ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് കുറച്ച് കിച്ചണിൽ ഷൂട്ടാണ് കേട്ടോ ഒന്ന്. അപ്പോൾ അത് അപ്പുക്കുട്ടന് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മിഞ്ഞാന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരാണ് കൊടുത്തത്. അപ്പോൾ അപ്പുക്കുട്ടന് ആദ്യം ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെയറിൽ നമ്മളിങ്ങനെ അടുക്കളയിൽ കൂടെയൊക്കെ ഞാൻ പോകുന്നിടത്ത് കൂടെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കംഫർട്ടായിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി. അപ്പോൾ അപ്പുക്കുട്ടന് ഇരുന്നിട്ടാണെങ്കിലും നമ്മളെവിടെയെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കൂടെയൊക്കെ ഇപ്പം തുണി അലക്കാനാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പാർ കടുക് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെയാണിപ്പോൾ അവന് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളപ്പോൾ അവന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പുറകെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ട് അവനും ആ പണി ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. എൻ്റെ പുറകെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ സാമ്പാറിന് കടുക് വറുത്ത് കഴിഞ്ഞ് ആദ്യമൊക്കെ എന്നു വെച്ചാൽ സാമ്പാറിന് കടുക് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കറി വെച്ചിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ ആദ്യം ഇച്ചിരി കൊടുക്കണം. അപ്പോൾ പുള്ളിക്കാരനും ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവന് ക്യാമറയ്ക്ക് നോക്കി പോസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്പോൾ കൂട്ടനിതാ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ പെണ്ണാണെങ്കിൽ അപ്പുറത്തിരിക്കുന്നുണ്ട്, അവളെ കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കിയിട്ട് അവളവിടെ ഇരിക്കണു. അപ്പോൾ അപ്പുക്കുട്ടനെയും കുളിപ്പിച്ച് കുറിയൊക്കെ വെച്ച് അവനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേനും കുറി വെക്കണം. അവൻ്റെ ഹൈലൈറ്റാണത് കേട്ടോ. കുറി വെച്ച് കഴിഞ്ഞിട്ട് ചന്ദനക്കുറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ മായ്ച്ച് കളഞ്ഞാലേ അത് പോകുള്ളൂ, അല്ലെങ്കിൽ 2-3 ദിവസം അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതാ ഇങ്ങനെ കഴിക്കാൻ കൊടുത്ത് തന്നെ ഇതാ കഴിച്ചോടങ്ങ് ഇരിക്കണു. അപ്പോൾ കണ്ണിന് വേണമെങ്കിൽ ഒരു ചെറിയ കുരു വന്നിട്ടാണ് മാറണമെന്നില്ല. ഇപ്പോൾ ഒരു മാസത്തോളമായി മരുന്ന് കൊടുത്തിട്ടൊന്നും കുറയണില്ല. അപ്പോൾ കണ്ണിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആൾക്ക് ചൂടിൻ്റെ ഒരു ടയേർഡാണ് കേട്ടോ. അപ്പോൾ അവന് ചൂടാണെങ്കിൽ ഒരിച്ചിരി പോലും ചൂട് പറ്റാത്ത ഒരാളാണ്. തണുപ്പാണെങ്കിൽ എത്രയായാലും നമ്മൾ കമ്പിളിയൊക്കെ പതിച്ച് ചൂടാക്കി സെറ്റപ്പാക്കി അവിടെ ഇരുത്തും. പക്ഷേങ്കിൽ വെയിലാണെങ്കിൽ അവന് ഇച്ചിരി കൈയും കാലിലെല്ലാം ചൂടുകൂര് പോലെ ഒരു സംഭവം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇപ്പം റെസ്റ്റിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫോളോ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്കുണ്ടല്ലോ ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു 5000 ലിമിറ്റ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അത് നമ്മളെ കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുക്കുട്ടനെ നമ്മൾ ഈ വണ്ടിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുക. അത് ഞാൻ മടിയിൽ ഇരുത്തിയിട്ടായിരുന്നു കൊടുക്കൽ. അപ്പോൾ ഇപ്പോൾ ഇതിലിരുന്ന് അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോഴത്തേനും എല്ലാവരും കഴിക്കാനായിട്ടൊരു ഇതായിട്ടുണ്ട്. കഴിക്കാൻ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് കുശുമ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെണ്ണിനെ മാത്രം വീഡിയോ എടുക്കണില്ല എന്ന് വെച്ചിട്ട് അവളാണെങ്കിൽ കുളിച്ച് കുറിയൊക്കെ ഇട്ട് എന്താ പറയുക ഒരു തോർത്തൊക്കെ വെച്ച് കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ട പോലെ കെട്ടി കൊടുക്കാൻ പറഞ്ഞത് കെട്ടി കൊടുത്തു തുടങ്ങി അവൾ TV കണ്ടുകൊണ്ടിരിക്കണം.